ലഡാക്കിലെ അതിപ്രശസ്തനായ സാമൂഹിക പ്രവർത്തകനും ലഡാക്ക് പ്രക്ഷോഭത്തിൻ്റെ നേതാവുമായ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിന് സമ്പൂർണമായ സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ട് സോനം വാങ്ചുക്ക് നടത്തുന്ന സമരം അക്രമാസക്തമായതിനെ തുടർന്നുണ്ടായ വെടിവെപ്പിൽ ബുധനാഴ്ച 4ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു. സൈനികരടക്കം 80ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ അക്രമ സംഭവങ്ങളിൽ. ഇതിന് പിന്നാലെയാണ് സോനം വാങ്ചുക്കിനെ ലേ പോലീസ് അറസ്റ്റ് ചെയ്തത്. വാങ്ചുക്കിനെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായിട്ടാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ദേശീയ സുരക്ഷാ നിയമപ്രകാരമാണ് സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലഡാക്കിലെ സാമൂഹിക പരിഷ്കർത്താവും ശാസ്ത്രജ്ഞനും പരിസ്ഥിതി പ്രവർത്തകനുമൊക്കെയായ സോനം വാങ്ചുക്ക് ലഡാക്കിൽ മാത്രമല്ല ഇന്ത്യയിലും പ്രശസ്തനാണ്. ഇദ്ദേഹം ലഡാക്കിന് സമ്പൂർണമായിട്ടുള്ള സംസ്ഥാന പദവി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുറച്ച് ദിവസങ്ങളായി നിരാഹാരത്തിലായിരുന്നു. ഇതിനു മുമ്പും ഇദ്ദേഹം നിരാഹാര സമരം ഇതേ ആവശ്യത്തിനായിട്ട് നടത്തിയിട്ടുണ്ട്. അന്ന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആവശ്യപ്രകാരം ഇദ്ദേഹം നിരാഹാരം നിർത്തിയിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയൊന്ന് ഉണ്ടായില്ല. ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഇദ്ദേഹത്തെ ലഡാക്കിൻ്റെ തലസ്ഥാനമായ ലേഹിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇതേ തുടർന്നാണ് ഇദ്ദേഹത്തിൻ്റെ അനുയായികൾ വമ്പൻ പ്രക്ഷോഭങ്ങൾ ലഡാക്കിൽ അഴിച്ചുവിട്ടത്. ലഡാക്കിൻ്റെ തലസ്ഥാനമായ ലേഹിൽ BJPയുടെ ഓഫീസിനും ഇവർ തീയിട്ടിരുന്നു. അന്ന് നടന്ന അക്രമങ്ങളിൽ 4ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി സൈനികർക്കും ഈ അക്രമങ്ങളിൽ പരിക്കേറ്റിരുന്നു. ലഡാക്കിന് വേണ്ടിയുള്ള സമരവുമായി ബന്ധപ്പെട്ട് തന്നെ അറസ്റ്റ് ചെയ്യുന്നതിൽ തനിക്ക് സന്തോഷം മാത്രമേയുള്ളൂ എന്നാണ് വാങ്ചുക്ക് പ്രതികരിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റിനെ തുടർന്ന് ലേഹിലും ലഡാക്കിലും കനത്ത പോലീസ് ബന്ദോബസ്തുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഡാക്കിലേക്ക് യാത്ര ചെയ്യുന്നവർ പ്രത്യേകം മുൻകരുതലുകൾ എടുക്കുക.